ഹലോ ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ചെറിയൊരു മടി കാരണം പറ്റിയില്ല. അപ്പോൾ രാവിലെ ഇങ്ങനെ ഉറക്കമൊക്കെ എണീറ്റു, ബ്രഷ് ചെയ്തു, ജസ്റ്റ് റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ വർക്കിന് പോകണം. ടൈം 9 മണിയായി. അപ്പം നമുക്കിനി അധികം വാചകമൊഴിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമൊന്നുമില്ല. ഒന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓഫീസിലൊക്കെ പോകണം. ഇന്ന് വർക്ക് ഉണ്ട്, കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട്. അപ്പോൾ വർക്കിനായിട്ട് പോകണം. 10 മണിക്ക് നമുക്ക് ഓഫീസിലെത്താനുള്ളതാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ എന്താണ് ജോലിക്കൊക്കെ പോകുന്നതിൻ്റെയൊക്കെ കുറച്ച് പല ക്ലിപ്സും കാര്യങ്ങളും ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്, വർക്കിന് പോകുന്ന റുട്ടീനും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് മോർണിംഗ് തന്നെ വർക്കിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വർക്കിന് പോകുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ഞാനൊരു നക്ഷല് പോലെ ജസ്റ്റ് ഒരു ഏകദേശം റുട്ടീൻസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സോ ഹിയർ വി ഗോ. അങ്ങനെ ഞാൻ റെഡി ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഫ്രഷ് ആവണമല്ലോ, പോകണം. അധികം സമയമൊന്നുമില്ല നമുക്ക് കളയാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ തുള്ളിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇപ്പോൾ ഇതാ വന്നു. അപ്പം ഇതൊരു ഹിമാലയൻ നറിഷിംഗ് ബോഡി ലോഷനാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടോ ഇല്ലോ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ബോഡി നല്ല എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ദേഹമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ദേഹമൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻലി രാവിലെ എൻ്റെ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സോ ഇനിമേ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ എന്ത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടാലും ഷോർട്സ് ആണെങ്കിലും വീഡിയോ എന്തിട്ടാലും ഈ ഒരു ഒറ്റ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന്. ആക്ച്വലി മനഃപൂർവ്വം ഇതെടുത്ത് ഇട്ടൊന്നുമല്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ അയൺ ചെയ്ത് വെച്ചത് ഈ ഒരു ഡ്രസ്സ് ആയിപ്പോയി. ഇന്നലെ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് എടുക്കണമെന്നൊന്നും. അപ്പോൾ പെട്ടതാണ് ഇത് രാവിലെ ഇങ്ങനെ ബെഡ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം എന്നൊക്കെ കഴിഞ്ഞ് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സങ്ങ് ഇട്ട് പോയതാണ്. സോ അത് നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കടക്കാം. ഇത് സ്ട്രീക്സിൻ്റെ നല്ലൊരു അടിപൊളി സെറാണ്. ഞാനൊരു കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ ഇതാണ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്ത് മേടിച്ചതാണ്. ഞാൻ തിരുമ്പ ഇത് സ്ട്രീക്സിൻ്റെ സെറാണ് റീസ്റ്റോക്ക് ചെയ്യാറ്. അപ്പം ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സെറം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറമാണ്. അപ്പം എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആകാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ആക്ച്വലി സെറം നമ്മുടെ ഹെയറിനൊരു ഹോർമോണൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ സെറം ഇട്ട് കൊടുക്കണം ഹെയറിന്. ആകപ്പാട് ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ ഉള്ളു. പണ്ട് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ പല ഹോസ്റ്റൽ ജീവിതവും, ബിടെക് ലൈഫിലെ ഹോസ്റ്റൽ ലൈഫും, അങ്ങനെ പിന്നെ വർക്കിനിടയിലുള്ള ഹോസ്റ്റലും കാര്യങ്ങളും, പിന്നെ വെള്ളമൊന്നും ശരിയാവാത്തതൊക്കെ റുട്ടീൻസൊക്കെ ഡിഫറെൻ്റ് ആയപ്പോൾ തന്നെ ഹെയർ കുറേ ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ വെച്ചിങ്ങനെ പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി അങ്ങനെ കുറച്ചൊക്കെ കുറച്ചല്ല, നമ്മൾ ഹെയർ ഈ ഒരു ഏജിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാര്യം ഇപ്പം ശ്രദ്ധിച്ചാൽ മാത്രമാണ് പിന്നെ നമുക്ക്, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ ആരെയൊക്കെ ഉണ്ടാവും സെറം തേക്കുന്നതാണോ അത്ര വലിയ കെയറിങ് എന്നൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ പരിമിതമായ ഒരു പരിമിതമായ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കെയറിങ് ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ വർക്കൊക്കെ ആയതുകൊണ്ട് ഇത്ര ഒരുപാട് ഭയങ്കര ഇങ്ങനെ കാര്യങ്ങളായിട്ട് ചെയ്യാനൊന്നുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നമ്മളിങ്ങനെ ചെയ്യണതാണ്. സോ ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനെ കത്തി വെച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ.
ഇവിടെ അടുത്ത് എന്താണ് IIM കൊച്ചിയുടെ പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നത് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കളമശ്ശേരിയാണ് സ്റ്റേ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് കളമശ്ശേരി തന്നെയാണ്. ഇവിടെ എൻ്റെ ഹൗസിൻ്റെ തൊട്ടടുത്താണ് IIMൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ലൈക്ക് പറയുന്നത് എൻ്റെ പല വീഡിയോസിലും അതിൻ്റെതായ കൺസ്ട്രക്ഷൻ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ബിക്കോസ് എൻ്റെ കയ്യിൽ മൈക്കില്ല. ഞാൻ ഒരു മൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. നല്ലത് ഏതാണെന്നൊക്കെ ഞാൻ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ചിലപ്പോൾ നോയ്സ് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ, അറിയില്ല. ഞങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞു പോകുന്നത് കൊണ്ട് എത്രത്തോളം നോയ്സ് ഔട്ട്ഡോർ ഇതിലും കൂടി ക്യാപ്ചർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്താണ് നിങ്ങളതൊന്ന് കൈൻഡ്ലി ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിലായിട്ട് ഇങ്ങനെ സൗണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. നല്ല അലമ്പ് പിടിച്ച സൗണ്ടാണ്. എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ വേറെ വഴിയൊന്നുമില്ല. അപ്പം എന്താണ് ഫാനിൻ്റെ സൗണ്ടും ഉണ്ടാവും, പക്ഷെ അറിഞ്ഞൂടാ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കുക. നമുക്ക് ഇനിയുള്ള വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണതായിരിക്കും. മൈക്കൊക്കെ നമുക്ക് വാങ്ങിച്ച് വീഡിയോ ഒക്കെ നല്ല സെറ്റായിട്ടൊക്കെ എടുക്കണം. പഴയ പോലെ ഇതല്ല, പഴയതിനേക്കാൾ അടിപൊളിയാക്കണം ഈ വീഡിയോസ് ചാനലും ഒക്കെ. അപ്പം എന്താണ് അതിന് നിങ്ങളുടേതായ സപ്പോർട്ടൊക്കെ വേണം. ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ പറഞ്ഞ് അലമ്പാക്കുന്നുണ്ട്. ഞാൻ നോർമലി എൻ്റെ പല ലോങ് വീഡിയോസിലും എന്താണ് ചിലപ്പം ലൈവായിട്ട് വോയിസ് പറഞ്ഞ് പോകാൻ പറ്റാറില്ല പല സിറ്റുവേഷൻ കാണും. അപ്പം ഞാൻ കരുതുന്ന അതൊന്ന് മാറ്റി പിടിക്കാം, എല്ലാവരും മാറ്റിപ്പിടുത്തമാണല്ലോ. അപ്പം മാറ്റി പിടിച്ച് നോക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. ഇപ്പോൾ ടൈം 9:30 ആയി. എന്താണ് നമുക്ക് അധികം ഒരുങ്ങാനൊന്നുള്ള സമയമൊന്നുമില്ല. നമുക്ക് 9:30 ആയി. അപ്പം 10 മണിക്ക് ഇന്ന് സാർ എത്തണം എന്ന് പറഞ്ഞതാണ്. നമുക്കൊരു ഇൻവെസ്റ്റർ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിൻ്റെ ഒക്കെ PPT ഒക്കെ റെഡി ആക്കാനുണ്ട്. അപ്പം അങ്ങനത്തേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. സോ എന്താണ് ഒട്ടും ടൈമില്ല കളയാൻ. അപ്പം ഞാനൊന്ന് റെഡി ആവട്ടെ ഗൈസ്. ഇതാവുന്നു. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഒരു ഇൻഫോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവർക്കും അറിയണ്ടാവും, ലൈക്ക് നൈക്കയിൽ ഇപ്പം പിങ്ക് സെയിൽ നടക്കുവാണ്. ജൂലൈ 19 4 PM സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് ഇതിലുള്ള പ്രോഡക്ട്സിനൊക്കെ മാക്സിമം 60% വരെ ഓഫറുണ്ട്. നിങ്ങൾക്ക് നൈക്കയുടെ പേജിൽ നോക്കിയാൽ ചെക്കൗട്ട് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 20th മോർണിംഗ് ആണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഇന്നല്ലെങ്കിൽ മാക്സിമം ഇന്ന് കൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും വീഡിയോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻഫോ കിട്ടിക്കോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് നോക്കി, നല്ല കിടില ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പം പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടേതായ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ പുറമേ നല്ല ഇങ്ങനെ എന്താ പറയുക വണ്ടികളുടെയൊക്കെ സൗണ്ടിലുകൊണ്ട് അധികം വോയിസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ ബാക്കിന് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട്
ഉച്ചയ്ക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി. ബയോമെട്രിക്കൊക്കെ ഇങ്ങനെ ബയോമെട്രിക് ഡോറാണ്, അപ്പോൾ ബയോമെട്രിക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് റൂമിൽ വന്നു. ലഞ്ച് ബ്രേക്ക് ടൈം അങ്ങനെ റൂമിൽ വന്നതാണ്. പക്ഷെ പണിപ്പാടി കറണ്ട് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്നെന്താ നല്ലൊരു ഹോട്ടായിട്ടുള്ള ദിവസമായിരുന്നു. പുറത്ത് നല്ല വെട്ടവും വെയിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദിവസമായിട്ട് ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ ഉണ്ടാക്കിയിട്ട് നല്ല സുഖമാണ്. മഴയില്ലെങ്കിൽ നന്നായിട്ട് ടാസ്ക്കാണ്. കറണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഫോണിൽ ചാർജ് ചെയ്ത് വന്നത്. അപ്പം പടി അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ പൊതുവേ ചോറിൻ്റെ ആളല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി അതിൽ കിടക്കാം. ഇന്നല്ല, മിക്കവാറും ഞാൻ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സാണ് കഴിക്കാറ്. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഇനി ഇന്നിപ്പോൾ ആപ്പിളാണുള്ളത്. ആപ്പിൾ വേറെ എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കണം. എന്തായാലും ഞാൻ ചോറ് കഴിക്കാറില്ല പൊതുവേ. ഇടയ്ക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ്, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഫുഡാണ്. അപ്പം ഇവിടുത്തെ കറികളൊന്നും എല്ലാതല്ല, ബട്ട് എനിക്ക് ചില കറികളൊന്നും ഇഷ്ടമല്ല. മലപ്പുറം പറഞ്ഞല്ല, ബട്ട് എന്തോ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കഴിക്കാമെന്നുള്ളത്. മാത്രമല്ല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഇനി ഇരുന്നാലും ചിലപ്പോൾ ചീത്തയായി പോകും. അപ്പം കഴിക്കണം, അതിന് മുമ്പ് തന്നെ തീർക്കണം. അപ്പം ഞാൻ വെച്ചിരുന്നു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാന്നുള്ളത്. അപ്പം ഞാൻ കഴിക്കട്ടെ. കട്ട് ചെയ്ത് കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ടൈമൊന്നുമില്ല. അപ്പം വരാൻ കഴിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഉച്ച ടൈമിൽ ഇങ്ങനെ എന്താ പറയുക, സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഒരു ക്രേവിങ്സ് ഒക്കെ പോലെ. ആക്ച്വലി ഹെൽത്ത് പരമായി നല്ലതല്ല എന്ന് എനിക്കറിയാം, ബട്ട് എന്നാലും ഇത് കഴിക്കും. അപ്പം ഇത് ഞാൻ ഇന്നലെ ഒരു സോന പപ്പടി വാങ്ങിച്ചതാണ്. ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് തോന്നുന്നു വാങ്ങിച്ചത്. അപ്പം കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിക്കാം. അവിടെ ഉണ്ട് ഇലാച്ചി ഫ്ലേവറിൻ്റെയാണ്. എനിക്ക് ഇല്ല പിസ്താഷ്യോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ പറയുക, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഏലാച്ചി ഫ്ലേവർ വിത്ത് പിസ്ത കണ്ടന്റ് വരുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏലാച്ചി ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ലൈക്ക് മറ്റേ എന്താണ് ഇതിനകത്തെന്ന് തോന്നുന്നു, ഇതിലാ ഒരു സ്മൂത്തിയുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യാം, കണ്ട് നോക്കുക. സ്മൂത്തി പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പം അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. നമുക്കൊരു എന്താ 1 മണി മുതൽ 2 മണി വരെയാണ് ബ്രേക്ക്. 2 മണിക്ക് പോകണം, തിരിച്ചു പോകണം. അല്ല, 2 മണിക്ക് അവിടെ എത്തണം. ഇവിടെ ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ വെയിലായതുകൊണ്ട് കുറച്ച് പാടാം. സാധാരണ ഇത്രയും ദിവസം മഴയായിരുന്നു, പക്ഷെ ഇന്ന് എന്താ പറയുക, ഇന്ന് നല്ല വെയിലാണ്. അപ്പം ഇത് കഴിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. ഇപ്പോൾ തിരിച്ചു പോകണം. ഇന്ന് രാവിലെ കുറച്ച് PPTs ഒക്കെ റെഡിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഓഫീസിലായതുകൊണ്ട് എനിക്ക് ആൾക്കാർ ലൈക്ക് ക്ലയൻസ് ഒക്കെ വരുന്നത് കൊണ്ടും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് തിരക്കുകളാണ്. ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല, അതാണ് വാസ്തവം. അപ്പം ഇനിയിപ്പം എന്താണ് ഫുഡെന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. 5 മണി വരെയാണ് ഓഫീസ് ടൈം, 10 to 5 ആണ്. അപ്പോൾ 5 മണി കഴിഞ്ഞ് ചിലപ്പോൾ നേരത്തെ ഇറങ്ങും. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, ചിലപ്പോൾ നേരത്തെ ഇറങ്ങാൻ പറ്റും, ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ 5 മണിക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയിട്ട് ഇനിയിപ്പം വൈകിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. കുറച്ച് ദിവസത്തെ ഉണ്ട്. സത്യം പറഞ്ഞാൽ 1 വീക്ക് അറൗണ്ട് ഞാൻ ഈ അടുത്താണ് വന്നത്.
1-2 വീക്കൊക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് നാട്ടിലായിരുന്നു. ഞാൻ ഹോം ടൂറൊക്കെ ആ സമയത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്താണ് വന്നത്. അപ്പം ഇവിടെ വന്ന സമയം മുതൽ നല്ല മഴയാണ്. മേളിൽ നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്ത് വിരിച്ചിടാൻ പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ, വാഷ് ചെയ്യാനല്ല വിരിച്ചിടാനൊക്കെ പ്രൊവിഷൻ ഉണ്ടെങ്കിലും എന്താണ് മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡ്രസ്സൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഷീറ്റ് ഉണ്ടെങ്കിൽ പോലും പാടാണ് കാറ്റും ഇതൊക്കെ ആകുമ്പം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, കുറച്ചധികം തുണികൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് വന്നിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യണം. പറ്റുവാണെങ്കിൽ അറിയില്ല, ഒന്ന് പുറത്തേക്ക് പോകണം. സമയം കിട്ടുമെന്ന് തോന്നണില്ല പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളൊക്കെ ടാസ്കുകളൊക്കെയാണ് ഇന്നുള്ളത്. പിന്നെ വീട്ടിലേക്കൊന്ന് വിളിക്കണം. അങ്ങനെ കുറച്ച് ടാസ്കുകളാണ് ഇന്നുള്ളത് ഇനി. അപ്പം അതൊന്നും ഒന്ന് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് ആകെപ്പാട് കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തിന്നു കഴിഞ്ഞു. ഈ ഉറുമ്പ് കയറുന്നതാണ് ഞാൻ അതിൻ്റെ ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലോട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം അതാകുമ്പം സേഫായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നല്ല ഉറുമ്പിൻ്റെ ശല്യമാണ്. പിന്നെ ഉറുമ്പെല്ലാം കയറിക്കഴിഞ്ഞാൽ പിന്നെ വാർഡൻ നമ്മളെ ഫൈൻ എടുപ്പിക്കും. അതുകൊണ്ട് വളരെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പം അങ്ങനെ വെച്ചു ഇങ്ങനൊരു കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെക്കാം എന്ന് കഴിയും. അപ്പം ഇത് കഴിക്കട്ടെ. പതിയെ ഹോസ്റ്റലിൽ ഇറങ്ങി വീണ്ടും മെട്രോ സ്റ്റേഷന്റെ ലിഫ്റ്റിനുള്ളിൽ കയറി. ഇങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നടന്നിങ്ങനെ ക്രോമയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രോമ, ജിഞ്ചർ, ടോണിയങ്കയുടെ ഒക്കെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിറ്റി യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിങ്ങനെ നടക്കാനായിട്ട്. അപ്പൊ ഞാൻ അതാണ് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് അങ്ങനെ നമ്മളിങ്ങനെ വൈകാതെ ഓഫീസിലൊക്കെ എത്തി. ഓഫീസിൽ എത്തിയപ്പോൾ അവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഉച്ചകഴിഞ്ഞ് ആരും വന്നില്ല. ദീപു ഇതാ വന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ എത്തിയതായിരുന്നു. അപ്പം എന്താണ് ഇപ്പൊ ഭാഗ്യത്തിന് കറണ്ട് വന്നിട്ടുണ്ട്. കാണാൻ പറ്റില്ല, കറണ്ട് വന്നിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. ഇനി നമുക്ക് ചായയൊക്കെ കുടിക്കണം. വൈകിട്ട് ബ്ലാക്ക് ടീ ആണ് ഇവിടെ ഉള്ളത്. ചായ കുടിക്കണം, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം. നല്ല വിശക്കുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ടാസ്കുകളൊക്കെയാണ് ഇനിയുള്ളത്. അപ്പം നമുക്ക് പതിയെ മെസ് ഹാളിലേക്ക് പോവാം. മെസ് ഹാള് ഈ ഫ്ലോർ എൻഡിൽ തന്നെയാണ് ഹോസ്റ്റലിൻ്റെ മെസ് ഹാൾ ഉള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ ചായ കുടിക്കണം. എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ പറ്റണേ, എനിക്കിഷ്ടമുള്ള സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ കുറച്ച് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ മെസ് ഹാളിൽ ഇന്ന് ഞാനൊരു ചായയും പണ്ടൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അവിടെ സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. അവർ കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ്. നല്ല ചൂട് ചായ ആയിരുന്നു. പിന്നെ ബണ്ണായിരുന്നു, ഒരു ബണ്ണാണ്. പിന്നെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നായിരിക്കും, ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും കഴിക്കാൻ കിട്ടുക. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചെത്തി, ബണ്ണൊക്കെ കഴിച്ചു. ഇനിയിപ്പം കുറച്ച് പണിയുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേയധികം ഡ്രസ്സ് അലക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പം നോർമലി ഞാൻ സാറ്റർഡേ ആണ് ചെയ്യാറ് കാര്യം. അതാകുമ്പോൾ സാറ്റർഡേ ആകുമ്പോൾ വൈകിട്ടൊന്നും നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്ത് പണിപ്പെട്ട സൺഡേ വീക്കെൻഡാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാം, എന്തെങ്കിലും ചെയ്യാം, പുറത്തോട്ട് പോവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുണ്ട്. അപ്പം ഐ തിങ്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. തുണി അലക്കാനുണ്ട്. അതിന് നമുക്ക് തുണിയൊക്കെ നനച്ച് വെക്കാനൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ട് അലക്കാൻ. മേളിൽ എത്രത്തോളം സ്ഥലം ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും അലക്കി അങ്ങ് തീർത്തേക്കാം. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പം ഡ്രസ്സ് നമുക്ക് നനച്ച് വെക്കാറുണ്ട്. നനച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റ്സ് നമുക്ക് നനച്ച് വെക്കാൻ ഡ്രസ്സൊക്കെ. ഞാനിപ്പോൾ വാഷ് ചെയ്ത് തുടങ്ങിയാൽ ഒരു 6:30 നമുക്ക് സ്റ്റാക്കി തീർക്കണം. ഇതിന് മേളിൽ ഇട്ടാക്കി വീട്ടിലിടാൻ വേണ്ടി ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് സ്റ്റാൻഡായിട്ട് ഫുഡ് ടൈം വെക്കണം. ആ ടൈമിൽ തന്നെ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നനച്ച് വെക്കാൻ വേണ്ടി പോവാം.
ബുക്സൊക്കെ നനച്ചു വെച്ച് ആ ഒരു ടൈം ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്സൊക്കെ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഇക്കിഗായി ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്കാണ്. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ലൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അധികം ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ ഇനിയും നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ പണിവാണ്. അപ്പൊ അങ്ങനെ വാഷിംഗ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് പരതുന്നുണ്ട്, ഒന്നും കിട്ടണില്ല. എന്തോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ വാഷിംഗ് ഒക്കെ ഇങ്ങനെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എണ്ണയൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി ബാക്കി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് കുളിക്കണം. അപ്പം എന്താ പറയുക, ഞാൻ പോയി ഡ്രസ്സൊക്കെ വാഷ് ചെയ്യട്ടെ, കുളിക്കട്ടെ. കുറേ പണിയുണ്ട്. നമുക്ക് പതിയെ നമുക്ക് ഓരോന്ന് ചെയ്യാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ചു, കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ വിരിച്ചു വന്നു. ഇനിയിപ്പം എന്താണ്, മേലിൽ അലക്ക് ഇരിക്കുന്ന സ്ഥലം കാണിക്കാനൊന്നും പറ്റിയില്ല. അവിടെ ക്ലംസി ആയിട്ട് കിടക്കുകയാണ്. മാത്രമല്ല അവിടെ ഫോൺ എടുത്ത് പോകണമെന്ന് കുറച്ച് ടഫ് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ പോയി വിരിച്ചിട്ട് പിന്നെ വന്നു. ഇനിയിപ്പം എന്താ പരിപാടി എന്താന്ന് വെച്ചാല്, ലൈക്ക് നമുക്ക് എന്താ ഹെയറൊക്കെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ച് നേരം ബുക്സൊക്കെ വായിക്കാം. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, വീട്ടിലേക്ക് വിളിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യാം. ഓക്കെ. അങ്ങനെ കുളിച്ച് നല്ല ഫ്രഷ് മൈൻഡോടെ വീഡിയോസൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ കരുതി ലാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഇരിക്കുകയാണ്. വോയിസ് ഓവർ കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല, പറഞ്ഞ വോയിസ് അത്ര ക്ലിയർ ആയില്ല. സോ ഞാൻ കരുതി വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് പണിപ്പെടേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഡേ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലാപ്പിൽ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം, വീട്ടിൽ വിളിക്കണം, കുറച്ച് വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ വേണം. കാര്യം നമ്മളിങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ വിളിച്ച് സംസാരിക്കേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അങ്ങനെ ആകെപ്പാട് ഇനി കുറച്ചും കൂടെ ടൈമും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം അങ്ങനത്തേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം.
കഴിച്ചിട്ട് വന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഫുഡ് നല്ല ഇഷ്ടമായി. അപ്പം ഏകദേശം ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ഏകദേശം ഇങ്ങനെ തീരാറായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളു. ഇപ്പം തന്നെ ടൈം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മെസ് ഹാളിൽ നിന്ന് ഞാൻ കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചോണ്ട് അനുശ്രീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ടൈം പോയതൊന്നും അറിഞ്ഞില്ല. ഇപ്പോൾ സമയം ഇപ്പോൾ 9:30 ആവാറായി. സോ ഇനിയിപ്പം എന്താ പറയുക, വീട്ടിലേക്ക് വിളിക്കാണ്ടായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. വീട്ടിലേക്ക് വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 ആകുമ്പോൾ കിടക്കുന്ന നേരത്തെ കിടക്കുവാണ്. അപ്പോൾ സോ ഇന്നത്തെ ഡേ നല്ല അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഡേ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണത്. അപ്പം ഏകദേശം ഇന്നത്തെ ഡേ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇനി വീട്ടിലേക്കൊന്ന് വിളിക്കണം. നോർമലി ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്ന ടൈം ഒരു 8 മണി സമയമാണ്. പക്ഷെ ഇന്ന് സംസാരിച്ചിട്ട് ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഇനി എന്താ പറയാ, ഇനിയിപ്പോ വീട്ടിൽ വിളിക്കണം, കുറച്ച് സംസാരിക്കണം. സംസാരിച്ചിട്ട് കിടന്നുറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കണ്ടാവില്ല. അപ്പൊ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ മേ ബി സാറ്റർഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. സോറി, സാറ്റർഡേ അല്ല, സൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പം ഇതിന് ഒരു ഏകദേശം കംപ്ലീറ്റ് ഡേ വന്നിട്ടുണ്ട്. അപ്പം എനിവേ എന്താ പറയാ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എനിവേ കീപ് സപ്പോർട്ടിങ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ഒക്കെയാണ്. ഈ വീഡിയോ എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. എനിവേ ഓക്കെ, കുറേ ഇങ്ങനെ എനിവേ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു പറച്ചിലിൻ്റെ ഭാഗമായിപ്പോയി. ഞാൻ അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോണില്ല, വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആൻഡ് പീസ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ എന്താണ് ഇനി ഇങ്ങനെ പോവാണ്. അപ്പം ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്, കുറേ പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നാളത്തെ വീഡിയോസൊക്കെ വൈകാതെ ദിവസമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി ഓക്കെ, ബൈ.